തൃശൂരിൽ പത്മജ ഇഫക്റ്റ് ഇല്ലെന്ന മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ. കോൺഗ്രസിന് കൂടുതൽ വനിതാ വോട്ടർമാരുടെ പിന്തുണ ഇത്തവണയുണ്ട്. ക്രൈസ്തവ സഭകളുടെ വോട്ട് BJPക്ക് കിട്ടില്ല. തൃശൂരിൽ എതിർ സ്ഥാനാർത്ഥികൾ ഇരുവരും ശക്തരെന്നും കെ മുരളീധരൻ ന്യൂസ് 8നോട് പറഞ്ഞു. നമസ്കാരം. ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി ആരാണ്? കോൺഗ്രസിന് അതിനുള്ള ഉത്തരം കെ മുരളീധരൻ എന്ന പേരാണ്. ഇന്ന് നമുക്കൊപ്പം രാവിലെ ചേരുമ്പോൾ പ്രചാരണത്തിന്റെ തിരക്കിലേക്ക് കടക്കുകയാണ്. ഈ മൂന്ന് മുന്നണികളിലും ഏറ്റവും അവസാനം പ്രചാരണം തുടങ്ങിയത് കോൺഗ്രസാണ്. ഈ ഓടി എത്താൻ കഴിഞ്ഞോ? എല്ലാവരും തീർച്ചയായിട്ടും. കാരണം 41 ദിവസത്തിലും കൂടുതൽ കിട്ടുന്നുണ്ട്. എനിക്ക് വടകരയിൽ 27 ദിവസമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇത് 41 ദിവസമൊക്കെ ധാരാളം. ഏതാണ്ടൊക്കെ ഓടിയെത്തിക്കഴിഞ്ഞു. ഓടിയെത്തി അവരോടൊപ്പം കുറച്ചുകൂടെ മുമ്പിലേക്ക് പോയി. ആത്മവിശ്വാസം എത്രയുണ്ട്? 100% ജയിക്കുന്നുള്ള ആത്മവിശ്വാസമുണ്ട്. കോൺഗ്രസിന്റെ ക്രൈസിസ് മാനേജർ എന്ന് എപ്പോഴും വിളിക്കുന്ന ഒരാള്, അങ്ങനെ എല്ലാ പ്രതിസന്ധിയിലും കോൺഗ്രസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. ആ പ്രതീക്ഷ സ്വാഭാവികമായിട്ടും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലുമുണ്ട്. പക്ഷെ മത്സരം കടുത്തതല്ലേ ഇത്തവണ? മത്സരം കടുക്കുമല്ലോ. സ്വാഭാവികമായിട്ട് മൂന്ന് മുന്നണികളുടെ ശക്തമായിട്ടുള്ള മത്സരം വരുമ്പോൾ മത്സരം കടുക്കും. അതിൽ മത്സരം സോഫ്റ്റ് ആവണോ ഹാർഡ് ആവണോ നമ്മളല്ല തീരുമാനിക്കുക. അത് സ്ഥാനാർത്ഥികളെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ LDFന്റെയും UDFന്റെയും NDAയുടെയും സ്ഥാനാർത്ഥികളൊക്കെ വളരെ അറിയപ്പെടുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മത്സരം കടുക്കും. BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ പറഞ്ഞ, അതായത് ഇതൊന്നും നമ്മൾ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിക്കാൻ പാടില്ല എന്ന് പറയുന്ന പല കാര്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രചാരണം നടത്തുന്നു എന്നുള്ള വിമർശനമുള്ള ഒരു പാർട്ടി. പക്ഷെ BJP തൃശ്ശൂർ വല്ലാതെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അത് ദേശീയ നേതൃത്വം തന്നെ ആ മണ്ഡലത്തിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യമുണ്ടല്ലോ. അത് രണ്ട് കാരണം കൊണ്ടാണ്. ഒന്ന്, കോൺഗ്രസിന് നല്ല ശക്തിയുള്ള നിയോജകമണ്ഡലത്തിൽ അവർക്ക് കുറെ വോട്ട് കിട്ടി കഴിഞ്ഞവണ്. അതാണ് അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കാരണം. പെട്ടെന്ന് വന്ന സുരേഷ് ഗോപി 28% വോട്ട് വാങ്ങി. അപ്പം അദ്ദേഹം ഇവിടെ തന്നെ നിന്ന് പ്രവർത്തിക്കുമ്പോൾ അത് 34 എത്തിക്കുക എന്നൊക്കെയുള്ള കാൽക്കുലേഷനാണ് അവർക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അത് 30-31% ഒരിക്കലും ഇനി കൂടാൻ പോകുന്നില്ല. അത് വിവിധ ചാനലുകൾ നടത്തിയ സർവേയിലൊക്കെ 30-31%. അതിൽ കൂടുതലൊന്നും ഇനി അവർക്ക് കിട്ടില്ല. അതിൽ കുറയാനാണ് സാധ്യത മുഴുവൻ. ഈ ക്രൈസ്തവ സഭകളുടെ ഒരു പിന്തുണ പരോക്ഷമായിട്ടും പരസ്യമായിട്ടും ഒക്കെ ഉണ്ട് എന്നൊരു അവകാശപ്പെടുന്നുണ്ടല്ലോ BJP. 1% പോലും ശരിയല്ല. ക്രൈസ്തവ സംഘടനകളൊന്നും അങ്ങനെ BJPയിലേക്ക് 1% പോലും ചാഞ്ഞിട്ടില്ല. അവര് പരമ്പരാഗതമായിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആ വോട്ട് ഇത്തവണ UDFന് തന്നെ കിട്ടുമെന്ന് എനിക്ക് 101% ഉറപ്പുണ്ട്. തൃശ്ശൂരിൽ ഇപ്പം BJP ഇങ്ങനെ ഒരു ഫാക്ടറായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണ്, തൃശ്ശൂരിൽ ഒരു പത്മജ ഫാക്ടർ ഉണ്ടോ? 1% പോലും ഇല്ല. കാരണം പത്മയ്ക്ക് ഇവിടെ നിന്ന് ആരെയും കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടൊന്നുമില്ല. ഏതോ കുറച്ച് ആൾക്കാർ മാറി നിന്നവരൊക്കെ ഒരു കൂട്ടായിട്ട് പിടിച്ചിട്ട് 10-20 പേര് എന്നൊക്കെ പറഞ്ഞു. 10-20 പേരൊന്നുമില്ല. ആകെ 4-5 പേരേ ഉള്ളൂ. അവരെന്നെ ആക്റ്റീവ് ആയിരുന്നില്ല. അവർ കുറേ കാലമായിട്ട് ആക്റ്റീവല്ല. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ പിടിച്ച് BJP ആയി എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു സമൂഹത്തിൽ ഒരു ചലനം പോലും ഉണ്ടാക്കില്ല. ഇന്നലെ മഹിളാ കോൺഗ്രസിന്റെ കൂട്ടായ്മ ഉണ്ടായിരുന്നു. നല്ല ജനപ്രാതിനിധ്യം ഉണ്ടായിരുന്നല്ലോ. അവര് പത്മജ കോൺഗ്രസിലുണ്ടായിരുന്ന കാലത്ത് അങ്ങനെ ഒരു പരിപാടി നടന്നിട്ടില്ല തൃശ്ശൂർ ജില്ലയിൽ. അത്ര ഗംഭീരമായിട്ട് ഇന്നലെ നടത്തിയില്ലേ? ഏതെങ്കിലും സമയത്ത് BJPയിലേക്ക് കെ മുരളീധരൻ എന്ന നേതാവിന് ഓഫർ വന്നു? ഞാൻ ആർക്കും എന്നെ സമീപിക്കാൻ ധൈര്യമൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ നിലപാട് നന്നായിട്ട് അറിയുന്ന നേതാക്കന്മാർ തന്നെയാണ് BJPയിലുള്ളത്. അങ്ങനെ 1% ഒരാൾക്ക് പോലും എന്നെ വന്ന് അപ്രോച്ച് ചെയ്യാൻ ധൈര്യം ഉണ്ടായിട്ടില്ല. ഒരു ഓഫറും വന്നിട്ടില്ല. അങ്ങനെ ഒരു ഓഫർ കൊണ്ട് വന്ന ആളാണെങ്കിൽ ഞാൻ നല്ല ഭാഷയിൽ തന്നെ പറഞ്ഞു വിട്ടേനെ. ഏതായാലും ഇതുവരെ എൻ്റെ അടുത്ത് വന്നിട്ടില്ല. തൃശ്ശൂർ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പ്രധാനമന്ത്രി പലതവണ വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. നേരത്തെ നമ്മൾ BJPയുടെ ഒരു പോസിബിലിറ്റി ഇല്ലായ്മയെക്കുറിച്ചും പറഞ്ഞു. പക്ഷെ പ്രധാനമന്ത്രി താരപ്രചാരകനായിട്ട് നിൽക്കുന്നു. കാണിക്കുന്നത് മോദിയുടെ ഗ്യാരണ്ടിയാണ്, ഞങ്ങളൊരു കേന്ദ്രമന്ത്രിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ 5 കൊല്ലം. രണ്ടാമതൊരു മന്ത്രി ഇപ്പോൾ വന്നതാണ്. ആദ്യം കേന്ദ്രമന്ത്രി ഉണ്ടല്ലോ. കേരളത്തിന് ജയിച്ച ആളല്ല. കേരളത്തിന് എന്തു നൽകി? ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിന് തരാമെന്ന് മന്ത്രി സമ്മതിച്ച എൻ്റെ ചോദ്യത്തിന്റെ മറുപടിയിൽ സമ്മതിച്ചാണ്. എസ്റ്റിമേറ്റ് കമ്മിറ്റിയിൽ ഞാൻ കേന്ദ്ര ഹെൽത്ത് സെക്രട്ടറിയെ വിളിച്ച് ചോദിച്ചപ്പോൾ അധികം പോസിറ്റീവായിട്ട് പറഞ്ഞാണ്. എന്തുകൊണ്ട് നിഷേധിച്ചു? ഫിനാൻസ് വകുപ്പിൽ 2 കൊല്ലമായിട്ട് കിടക്കുകയാണ്.
എന്നാൽ ഈ കേന്ദ്രമന്ത്രിക്ക് അത്ര സ്വാധീനം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് സാങ്ഷനാക്കി തന്നില്ല? സ്ഥലം കൊടുത്തു. ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇന്ന സ്ഥലം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾ സംഘത്തിന് വിട്. ഏത് സ്ഥലം സംസ്ഥാന സർക്കാർ എടുത്തു കൊടുക്കണം. സംസ്ഥാന സർക്കാർ സമ്മതിച്ചു ആ കാര്യത്തിൽ. എന്തുകൊണ്ട് നടന്നില്ല? ഒരു കേന്ദ്രമന്ത്രിനെ കിട്ടിയല്ല ആയോ? അത് മാത്രമല്ല, 2 സഹമന്ത്രിമാരിപ്പോൾ മത്സരിക്കുകയല്ലേ. സുരേന്ദ്രൻ പറയുന്നുണ്ട്, ശോഭാ സുരേന്ദ്രൻ, അത് പിന്നെ ജയിക്കില്ല എന്നറിയാവുന്നതുകൊണ്ടായിരിക്കും, ശോഭാ സുരേന്ദ്രൻ ജയിച്ചാലും കേന്ദ്രമന്ത്രിയാന്ന് പറഞ്ഞു. ഇതിങ്ങനെ മന്ത്രിമാരെ ഗ്യാരണ്ടി കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. കേരളത്തിന് കിട്ടേണ്ട ഒരു കാര്യങ്ങളും തന്നിട്ടില്ല. വന്ദേ ഭാരത് എന്ന എല്ലാ സ്റ്റേറ്റിനും കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഒരു പങ്ക് കിട്ടിയത് മാത്രമേ ഉള്ളൂ. അതും സ്വന്തമായിട്ട് ആഘോഷമാക്കാൻ നോക്കി, നടന്നില്ല എന്ന് മാത്രം. കോൺഗ്രസ് ഇവിടെ രാഹുൽ ഗാന്ധി കൂടെ വരുന്നു ഇനി, അപ്പോൾ ദേശീയ തലത്തിലേക്ക് കൂടെ കൂടുതൽ നേതാക്കളുടെ സാന്നിധ്യം പ്രചാരണത്തെ എങ്ങനെയായിരിക്കും? അത് വരട്ടെ, ദേശീയ നേതാക്കളൊക്കെ വരട്ടെ, മത്സരം കൊടുക്കട്ടെ. വളരെയധികം നന്ദി ശ്രീ കമലത. എന്തായാലും പത്മജ എഫക്ട് തൃശൂരിൽ ഇല്ല എന്ന് മുരളീധരൻ ഉറപ്പിച്ചു പറയുകയാണ്. കോൺഗ്രസിന് കൂടുതൽ വനിതാ വോട്ടർമാരുടെ പിന്തുണ ഇത്തവണ ഉണ്ട് എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ ദിവസം മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ നിരവധി വനിതകൾ അവിടെ എത്തി എന്നുള്ളത് കൂടി അദ്ദേഹം ഊന്നി പറയുന്നുണ്ട്. മറ്റൊന്ന്, ക്രൈസ്തവ സഭകളുടെ വോട്ട്, അത് BJP കണ്ണുവെക്കേണ്ട, അത് BJPക്ക് കിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. തൃശൂരിൽ BJP ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് കാരണം സുരേഷ് ഗോപി വന്നപ്പോഴുണ്ടായിരുന്ന വോട്ട് ശതമാനത്തിലുള്ള വർധനയാണ്. അത് ഇത്തവണ നടക്കില്ല എന്നുകൂടി ഉറപ്പിച്ച് പറയുകയാണ് മുരളീധരൻ. അതായത് മുരളീധരൻ വിജയം ഉറപ്പിച്ച് തന്നെയാണ്, ആത്മവിശ്വാസത്തിലാണ് ഇപ്പോഴും ഉള്ളത്. അവസാനമാണ് പ്രചാരണത്തിൽ ഇറങ്ങിയത് എങ്കിലും ഒരു പടി മുന്നിൽ തന്നെയാണ് താനെന്നും ആവശ്യത്തിലധികം സമയം ലഭിച്ചു എന്നുമാണ് മുരളീധരൻ അപർണയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. എന്തായാലും എതിർ സ്ഥാനാർത്ഥികൾ ഇരുവരും ശക്തരാണ്. തൃശൂർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട മണ്ഡലമാണ് എന്ന് തന്നെ അദ്ദേഹം പറയുന്നുമുണ്ട്.